ദൈവത്തിൻ്റെ നാമം മാത്രം എടുക്കട്ടെ. ദൈവത്തിനെ സ്നേഹിക്കുന്ന തുടർ പരമ്പരയിൽ ഇന്ന് നമ്മൾ 16-ാമത്തെ എപ്പിസോഡാണ് പറയുന്നത്, ചിന്തിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 15 എപ്പിസോഡും കണ്ട ആളുകൾ ധാരാളമായിട്ടുണ്ട്. പല ആളുകളും നമ്മളെ വിളിക്കാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്, പരസ്പരം പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമുക്കുള്ളത് എന്നത് വലിയ സത്യമാണ്. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ സന്തോഷവും നമ്മുടെ ഉറപ്പും. ഓക്കെ, നമുക്ക് ഇപ്പോൾ മാർച്ച് മാസം അവസാനമായി. ക്രൈസ്തവ വിഭാഗങ്ങൾ ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ ചിന്താവിഷയമാണ്. നമുക്ക് കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്കും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആലോചിക്കാം. ഓക്കെ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് കർത്താവിൻ്റെ ആ കുരിശുമരണം നമുക്കൊന്ന് സങ്കല്പിക്കാം. തീർച്ചയായിട്ടും മലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുരിശ്, ആ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ കർത്താവ്. 2 കൈകൾ വിരിച്ചു വച്ചിട്ടുണ്ട്, 2 കൈകളിലും ആണി അടിച്ചിട്ടുണ്ട്. കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് 2 കാലിലും കൂടി ഒരു ആണി അടിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടം, അത് ഏൽപ്പിച്ചിരിക്കുന്ന മുറിപ്പാടുകളിലൂടെ രക്തം കിനിയുന്നു. മുഖത്തൊക്കെ രക്തത്തിൻ്റെ തുള്ളികൾ പതിക്കുന്നുണ്ട് ഈ മുൾക്കിരീടത്തിൽ നിന്നുള്ളത്. കയ്യിൽ നിന്നും കാലിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് വേദനയാൽ പ്രയാസപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരിക. തീർച്ചയായിട്ടും അത് ഒരു ഓർമ്മയായി, ഒരു കാഴ്ചയായി നമ്മുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ. ഓക്കെ, അവൻ ഈ കുരിശിൽ കിടക്കുമ്പോൾ അവൻ വാക്കാലായിട്ട് നമ്മളോടൊന്നും പറയുന്നില്ല. പകരം അവൻ തരുന്നൊരു സന്ദേശമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തരുന്നൊരു സന്ദേശമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് കുരിശുമരണം എന്നുള്ളത്. കാരണം കർത്താവിന് നമ്മുടെ സ്നേഹമില്ലെങ്കിൽ ആ കുരിശുമരണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ സ്നേഹം പലപ്പോഴും വാക്കുകളാണ്, അല്ലേ? അത് വാക്കുകളിലാണ് സ്നേഹം കിടക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം വാക്കുകളിലല്ല, കർത്താവിൻ്റെ സ്നേഹം പ്രവൃത്തികളിലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടല്ലോ, അല്ലേ? വചനം പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്കായി മരിച്ചു, അല്ലേ? നാം പാപികളായിരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്കായി മരിച്ചത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. സാധാരണ രീതിക്ക് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരാൾ, വലിയ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ ഗുണങ്ങളൊക്കെ ഉള്ള ഒരാൾ, ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആളുകൾ മരിക്കുമായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ചില ആളുകൾ പല പ്രവർത്തികളും ചെയ്യുമായിരിക്കും, അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമുക്ക് വേണ്ടി ക്രിസ്തു എന്തിനിത് ചെയ്തു? അങ്ങനെ ചെയ്യാൻ നമുക്കെന്ത് യോഗ്യതയാണുള്ളത്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രിയമുള്ളവർ, നിനക്ക് എന്ത് യോഗ്യതയുള്ളത് കർത്താവ് നിനക്ക് വേണ്ടിയിട്ട് മരിക്കാൻ? പാവം ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്ന് തന്നെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനോ നിങ്ങളോ ആരുമില്ല, ഒരു പക്ഷേ ഏറ്റവും വലിയ പാവി ഞാനാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. പ്രിയമുള്ളവർ, ചങ്കത്ത് കൈവച്ച് നമ്മൾ പറയണം, ഞാനാണ് ആ പാവി, ഞാനാണ് ആ പാവി, എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. പ്രിയമുള്ളവർ, വചനം പറയുന്നു, നാം പാവികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്കായി മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗുണവാനായ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷെ നാം പാവികളായിരിക്കും, നമുക്ക് വേണ്ടി എന്ത് ഗുണമാണ് ഉണ്ടായത്? നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് മരിച്ചു എന്നുള്ളതാണ്. അതാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ സ്നേഹം. ഒരിക്കൽ
ഒരു വീടിന് തീ പിടിച്ചു. തീ ആളിക്കത്തി, അകത്തേക്ക് ആർക്കും കയറാൻ പറ്റാത്തൊരവസ്ഥ. ദൗർഭാഗ്യവശാൽ അവിടുത്തെ പിഞ്ചു കുഞ്ഞ് ആ വീടിനകത്ത് പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞ് കത്തി എരിഞ്ഞു പോകും. പക്ഷെ പുറത്തുണ്ടായിരുന്ന പിതാവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പിതാവ് ആ തീക്കകത്തൂടെ കടന്നു ചെന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷേ ഈ പ്രവൃത്തി മൂലം പിതാവിന് ഒരുപാട് പൊള്ളലേറ്റു, ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഏതായാലും പിതാവ് രക്ഷപ്പെട്ടു, കുഞ്ഞിന് രക്ഷപ്പെട്ടു. കുഞ്ഞിന് പൊള്ളലൊന്നും ഏറ്റില്ല. കാലങ്ങൾക്ക് ശേഷം കുഞ്ഞ് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ദേഹത്ത് മുഴുവൻ കരുവാളിച്ച മുറിവിൻ്റെ പാടുകളാണുള്ളത്. പിതാവിനോട് ചോദിച്ചു, അപ്പൻ്റെ ദേഹത്ത് കാണുന്ന ഈ മുറിപ്പാടുകൾ എന്തിൻ്റെയാണ് എന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, ഈ മുറിപ്പാടുകൾ നിന്നെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സംഭവിച്ചതാണ്, അങ്ങനെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. മകനെ, എൻ്റെ പ്രിയപ്പെട്ട മകളെ, ഈ മുറിപ്പാടുകൾ ഇത് നിനക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുറിവുകൾ ഉണ്ടായത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നിന്നെ ഞാൻ സ്നേഹിച്ചതിൻ്റെ വിലയാണ് ഈ മുറിപ്പാടുകൾ. ഈ സ്നേഹത്തിൻ്റെ വിലയാണ് കർത്താവിൻ്റെയിലുള്ള രക്ഷയും. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് തരുന്ന രക്ഷ ഈ ത്യാഗത്തിൻ്റെ വിലയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കർത്താവിൻ്റെ രക്ഷ വചനത്തിൽ പറയുന്നത് സൗജന്യമാണെന്നാണ് പറയുന്നത്. രക്ഷ സൗജന്യമാണ് എന്ന് കർത്താവ് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ മരണവും ഉദ്ധാനവും ഏറ്റു പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു. തീർച്ചയായിട്ടും ഇതൊരു സൗജന്യം തന്നെയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കപ്പലിൽ ടൺ കണക്കിന് ഉരുളക്കിഴങ്ങ് കൊണ്ട് കടലിൽ കൊണ്ട് തട്ടി. ഓക്കെ, അതിനെക്കുറിച്ച് തുറന്നുണ്ടായ ലേഖനത്തിൽ അല്ലെങ്കിൽ വാർത്തയിൽ വന്നൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ ഉരുളക്കിഴങ്ങ് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് സൗജന്യമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് സൗജന്യമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ചിട്ട് അത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം അത് കൊടുത്താൽ കർഷകർ ബുദ്ധിമുട്ടിലെത്തും. കാരണം കർഷകരുടെ ഉൽപ്പന്നം അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ചിലവാകാതൊരവസ്ഥ വരും. പിന്നെ സൗജന്യം കിട്ടിപ്പടിച്ചാൽ തീർച്ചയായിട്ടും ഒരു സൗജന്യം വീണ്ടും വീണ്ടും ആവശ്യപ്പെടും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ സൗജന്യമായിട്ട് കിട്ടുന്നതിന് ഒരു വില ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഭയങ്കരമായിട്ട് ധാന്യങ്ങൾ സംഭരിക്കാറുണ്ട് അല്ലേ? ഈ ധാന്യങ്ങൾ ചില സമയത്ത് കേടുവരാറുണ്ട്. എന്നാൽ കേടുവരുന്നതിന് മുമ്പ് അത് ജനങ്ങൾക്ക് കൊടുത്തൂടെ? ഞാനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ധാന്യം കേടുവരുന്ന ധാന്യം കൊടുക്കുന്നുണ്ട് അവർക്ക് കാലിത്തീറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് മനുഷ്യന് ഭക്ഷണാവശ്യത്തിന് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. വെറുതെ കൊടുക്കാൻ പാടില്ല, വിലയ്ക്ക് കൊടുക്കാം, വെറുതെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ഒന്ന്, തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ പ്രയാസത്തിലാക്കും. ഒന്ന്. രണ്ട്, സൗജന്യമായിട്ട് കിട്ടുമ്പോൾ ജനങ്ങൾ ആ സൗജന്യത്തിൻ്റെ പുറകെ പോകും. അപ്പോൾ ഇങ്ങനെ കുറേയേറെ കഥകൾ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കർത്താവിന് രക്ഷ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുമ്പോൾ ആ സൗജന്യമായി ലഭിക്കുന്ന ഒരു വസ്തുവിന് വില ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു വളരെ വ്യക്തമായിട്ട് പറയാം, രക്ഷ സൗജന്യമാണ് എന്ന് പറയുമ്പോഴും അതിന് വലിയ വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് കുരിശിൽ 3 ആണികളിൽ വേദന സഹിച്ച് രക്തം വാർന്ന് വലിയ ത്യാഗം സഹിച്ച് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. ആയതിനാൽ തന്നെ നമുക്ക് സൗജന്യമായി ലഭിച്ച രക്ഷ വലിയ വിലയുള്ളതാണെന്ന് നാം ഓർക്കണം.
ഒരുപാട് വില കൊടുക്കേണ്ട സാധനമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നൊരു വാക്കാണ്. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളോട് കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓർമ്മ ആചരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നൊരു വാക്കാണ്. അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്, തൻ്റെ പാനപാത്രം ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്നൊരു വാക്കാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഈ വാക്ക് വളരെ ആഴമുള്ളൊരു വാക്കാണ്. ദൈവം നമ്മെ ഓർക്കുന്നു എന്നതും അതുപോലെ തന്നെ നമ്മൾ അവനെ ഓർക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ സ്വഭാവം വളരെ മോശമാണ്. അവൻ്റെ മറവിയുള്ള സ്വഭാവമാണ്. നാം അനുഗ്രഹങ്ങളൊക്കെ മറക്കും. നാം ദൈവത്തിൻ്റെ സഹായം മറക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. എന്നാൽ കഷ്ടകാലം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും ചെയ്യും. പക്ഷേ കർത്താവിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ ഓർക്കും എന്ന് പറഞ്ഞ കർത്താവ് ദൈവമാണ് നമ്മുടെ കർത്താവ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം മറന്നാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെയാണ് കുരിശിലെ മരണവും. കുരിശിൽ കിടക്കുമ്പോഴും തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ചിന്തിച്ചു നോക്കി, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? കർത്താവ് പറയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ രണ്ട് സൈഡിൽ ഓരോ കള്ളന്മാരെ കുരിശ് തൂക്കിയിട്ടുണ്ട് അല്ലേ? അതിൽ ഒരു കള്ളൻ ശരിയൊരു മാനസാന്തരത്തിൻ്റെ ഫലം കായ്ച്ചു. അവൻ പറഞ്ഞു, യേശു നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലാക്കിയോ? അവൻ്റെ ആ സെക്കൻഡുകൾ മാത്രം പഴക്കമുള്ള മാനസാന്തരത്തിൻ്റെ ഫലം അവിടെ കിട്ടിപ്പോയി എന്നുള്ളതാണ്. ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ആ കള്ളൻ എന്ത് യോഗ്യതയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഒരു യോഗ്യതയും ആ കള്ളന് പറയാൻ പാകത്തിനില്ല. അവനൊരു കള്ളനാണ്, മോശപ്പെട്ട വ്യക്തിത്വമുള്ള ഒരാളാണ്. അവൻ ആ സെക്കൻഡിലുണ്ടായ ആ മാനസാന്തരം. നമ്മളൊക്കെ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ഉള്ളപ്പം പുതിയതായിട്ട് വന്ന ഒരാൾ, അല്ലെങ്കിൽ പിന്നെ സാമാന്യ സീനിയർ അല്ലാത്ത ഒരാൾ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ, ഞങ്ങൾ സീനിയറായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അവരുള്ളപ്പോഴാണ് നീ ഇപ്പം ഇന്നലെ വന്ന നീ, അല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് കിളിർത്ത് തകര എന്ന് പറയും അല്ലേ? പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് അതല്ല പറയപ്പെട്ടവരെ. കർത്താവ് അവരെ സ്വീകരിക്കാൻ ഒട്ടും സമയം വൈകില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ സെക്കൻഡ് വെച്ചുള്ള അവൻ്റെ മാനസാന്തരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാനുള്ളൊരു ചവിട്ടുപടി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, കർത്താവ് ആ സമയത്ത് അവൻ്റെ യാതന സ്വീകരിച്ചെന്നുള്ളതാണ്. അല്ലാതെ കർത്താവ് കുരിശ് കിടന്ന് പടയുമ്പോൾ എന്തൊക്കെയായാലും നമുക്കറിയാം, രണ്ട് കൈകളിലും ആണിയടിച്ച് കയറ്റിയിട്ടുണ്ട്, കാലിലാണി അടിച്ച് കയറ്റിയിട്ടുണ്ട്, തലയിൽ മുൾക്കിരീടം വെച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് മാത്രം വേദന സഹിക്കുന്നൊരവസ്ഥ തന്നെ ഇരിക്കുക. ഈ വേദന സഹിക്കുന്ന അവസ്ഥയിൽ കർത്താവ് പറഞ്ഞില്ല, ഞാനിപ്പോൾ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നീ നിൻ്റെ ഓരോരോ പരിപാടിയിട്ട് വരികയാണോ ഒന്നും ചോദിച്ചില്ല അല്ലേ? കർത്താവ് പറഞ്ഞു, നീ പോരെ. ഇവിടെ നമ്മുടെ കർത്താവ് അതാണ്. മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ആ സെക്കൻഡിൽ നിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ പതിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ആ സ്നേഹം ആണ് കർത്താവ്. ആ സ്നേഹം മാത്രമായ കർത്താവ് നമ്മോട് പറയുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഏതാ? അപ്പം നുറുക്കുമ്പോഴും രക്തം പാനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാനപാത്രത്തിൽ പാനം ചെയ്യുമ്പോഴും കർത്താവ് പറയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ.
അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം ഓർക്കണം. കർത്താവിനെ ഓർക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്. നമുക്ക് കർത്താവിനെ ഓർക്കുകയും മാനിക്കുകയും ചെയ്യും. നമ്മളൊക്കെ കർത്താവിനെ ഓർക്കുകയും മാനിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കർത്താവ് നമ്മളെ കരുതുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അല്ലേ? സ്വർഗത്തിലേക്കുള്ള വഴി കർത്താവ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലേ? തീർച്ചയായിട്ടും അവൻ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് സത്യമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ മക്കളെ, നമ്മളെ കർത്താവ് മക്കളായി കരുതി തന്നെയാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് വലിയൊരു സത്യമാണ്. നമുക്കൊക്കെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ അയൽവാക്കത്തെ കുടുംബത്തിലൊരു കൊച്ചു വീട്ടിൽ സ്ഥിരമായിട്ട് ചിലപ്പോൾ വരുമായിരിക്കാം. ആ കൊച്ചുമായിട്ട് നമുക്ക് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരി അല്ലെങ്കിൽ ബന്ധത്തിലൊരു കൊച്ച് വീട്ടിൽ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായേക്കാം, സ്നേഹം ഉണ്ടായേക്കാം. നമ്മൾ പറയും, അവളെ, ആ കൊച്ചേ, അല്ലെങ്കിൽ ആ മകനെ, ആ മകളെ, അത് എൻ്റെ മകനെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകളെ പോലെയാണെന്ന് പറയും അല്ലേ? എൻ്റെ മകനെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ മകളെ പോലെയാണ്. തീർച്ചയായിട്ടും മകളല്ല, മകനല്ല, മകനെ പോലെയാണ് അല്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് അതല്ല. കർത്താവ് പറഞ്ഞെന്താ? എൻ്റെ മകനെ, മകളെ എന്ന് തന്നെയാണ് വിളിച്ചത് അല്ലേ? ആ സ്നേഹത്തെ പ്രതിയാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതെന്ന് നാം ചിന്തിക്കണം. തീർച്ചയായിട്ടും ആ സ്നേഹത്തെ ഏറ്റവും വലിയ ത്യാഗമായി തന്നെ നാം കാണണം. സ്നേഹമുള്ളിടത്ത് തന്നെയാണ് ത്യാഗം ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ ത്യാഗത്തിൻ്റെ ഫലമാണ് തൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. ആ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കണം. പക്ഷേ പലപ്പോഴും നാം കാണുന്നത് എന്താണ്? ഞാൻ പറയട്ടെ, കർത്താവിനെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുകയും കർത്താവിൻ്റെ സ്വന്തം ആളുകളാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവർ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാതെ ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പ്രിയമുള്ളവർ നമ്മോട് പറയുന്നത്. ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾക്ക് മാതൃകയാക്കേണ്ടത്. കർത്താവ് പറയാം, 70 വട്ടം ക്ഷമിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ച സ്നേഹമാണ് കർത്താവിൻ്റെ. വലത്തെ കർണത്തടിക്കുന്നവന് ഇടത്തെ കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞ കർത്താവാണ് അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ മതി നമുക്കത് പ്രയാസം ഉണ്ടാക്കാൻ. പക്ഷെ അതേസമയം എന്താ സംഭവിക്കുന്നത്? നല്ല സ്നേഹമുണ്ടെങ്കിലോ അവരുടെ കുറ്റങ്ങളൊന്നും നമുക്കത് കുറ്റങ്ങളായിട്ട് വരില്ല അല്ലേ? അവൻ്റെ കുറവുകളൊന്നും കുറവുകളായിട്ട് വരില്ല. എല്ലാം നമ്മൾ ക്ഷമിക്കപ്പെടും അല്ലേ? നമ്മൾ ക്ഷമിക്കും. കാരണം അവനോട് നമുക്ക് നല്ല സ്നേഹമാണ്, അവനോടുള്ള ബന്ധം സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലും നമ്മൾ ആ വിഷയങ്ങളെല്ലാം നമ്മൾ ക്ഷമിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? സ്വാഭാവികമായിട്ട് ലോകം നടപ്പതാണ്. പക്ഷേ ചിന്തിച്ച് നോക്കുക എൻ്റെ സഹോദരന്മാരെ, കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ വേളയിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാം, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം. ഞാൻ ദൈവത്തെ മറന്നു പോയോ? പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഞാൻ അവൻ്റെ സ്നേഹത്തെ വില കുറച്ച് കണ്ടുവോ? ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ടോ? നാം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോയോ? തീർച്ചയായിട്ടും നാം മറുപടി കാണേണ്ടതായിട്ട് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മൾ മറുപടി കാണണം. ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കണം, പറയണം, കർത്താവേ എന്നെ ഓർക്കണമേ, പറയണം, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ താണ് എന്ന് പറയണം. അവനോട് ക്ഷമിക്കാത്ത നമ്മുടെ സ്നേഹത്തെ, അല്ലെങ്കിൽ ക്ഷമിക്കാത്ത നമ്മുടെ ഹൃദയത്തിലെ ആ വികാരത്തെ, വൈരാഗ്യത്തെ കഴുകിക്കളയണം, ദേഷ്യഭാവങ്ങളെ കഴുകിക്കളയണം. കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കണം. കർത്താവ് പഠിപ്പിച്ചത് അതാണ് പ്രിയമുള്ളവരെ. തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ് നിന്നോടും പറയുന്നു, മനസ്സിലുള്ള വൈരാഗ്യങ്ങളെ കഴുകിക്കളയുക. നമുക്ക് വീണ്ടും കുരിശിലേക്ക് മടങ്ങി വരാം. നമ്മൾ തുടക്കത്തിൽ മനസ്സിൽ കണ്ട ആ കുരിശ് അതവിടെ തന്നെയുണ്ട്. അവിടെ യേശു 3 ആണികളിൽ തൂങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ നമ്മോട് പറയുന്നു, എന്താ പറയുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ മറക്കില്ല. പ്രിയമുള്ളവരെ,
കർത്താവ് നമ്മളോട് പറയുന്നതാണ് കുരിശിൽ കിടന്നുകൊണ്ട്. ഈ കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ തന്നെ ചിന്തിക്കാം. കർത്താവ് പറയാണ്, അപ്പം നുറുക്കി തന്നുകൊണ്ട് പറയാണ്, കഴിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാകുന്നത്, നിങ്ങൾ എന്നെ ഓർമ്മിക്കുമ്പോഴൊക്കെയും ഇത് ചെയ്യുവിൻ. അല്ലേ? അവൻ നമ്മളെ ഓർക്കുന്നു, ആ സ്നേഹത്തെ ഓർക്കുന്നു. ഒരു ദിവസം നമുക്ക് അവനോടുകൂടി ഇരിക്കുമെന്നുള്ളത് വലിയ സത്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഏവനും, കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഏവനും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഇരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവനോടുകൂടെ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ കർത്താവിൻ്റെ കുരിശുമരണം അതൊരു അനുഭവമായി മാറണം. ആ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കണം. കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് കേൾക്കാം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പത്തിൽ പങ്കുകാരാകുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പാനപാത്രത്തിൽ പങ്കുകാരാകുമ്പോൾ തീർച്ചയായും സ്വയം ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കുചേരാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവർ പലരും മരിച്ചതായും രോഗികളായിട്ടും മാറിയതായിട്ടും ഒക്കെ വചനത്തിൽ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശിക്ഷ വിലയ്ക്ക് വാങ്ങരുത്. കർത്താവിൻ്റെ ഈ അപ്പവും പാത്രത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ, കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വയം വിലയിരുത്തി നോക്കുക. അവരിനോട് ഞാൻ സ്നേഹിച്ചോ? അവരിനോട് ഞാൻ ക്ഷമിച്ചോ? ക്ഷമിക്കാൻ പറ്റാത്ത കറകൾ എൻ്റെ മനസ്സിലുണ്ടോ? എൻ്റെ ദൈവമേ, അത് കഴുകിക്കളയാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, എന്ന് നമുക്ക് ചിന്തിക്കാം. പരസ്പര ക്ഷമയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കർത്താവിൻ്റെ കൃപയോടുകൂടി, കർത്താവിൻ്റെ കരുണയോടുകൂടി നമുക്ക് ഈ കാലം കഴിഞ്ഞു പോകാം. കുരിശിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, അവൻ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്. നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി തന്നെയാണ് കർത്താവ് തൻ്റെ ജീവൻ ബലി കഴിച്ചതെന്ന് തന്നെയാണ് വചനം പറയുന്നത്. തീർച്ചയായിട്ടും ആ ചിന്തയോടുകൂടി നമുക്കായിരിക്കാം. ദൈവനാമം മാത്രം കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ ചിന്ത നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകാം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിനെ ഞങ്ങളെ സ്നേഹിക്കാൻ കരുതി ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവേ, കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് കുരിശിൽ മരിച്ച ആ മരണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ത്യാഗം, കർത്താവെ, അത് അടിയങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉറച്ച വിശ്വാസം അടിയങ്ങൾക്കുണ്ടാകാൻ തക്കവണ്ണം അടിയങ്ങളോട് ഇടപെടണം. കർത്താവെ, അങ്ങ് അടിയങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തക്കവണ്ണം അടിയങ്ങളോട് ഇടപെടണം. കർത്താവെ, ഓ ദൈവമേ, ഈ ചിന്ത അടിയങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ തക്കവണ്ണം സഹായിക്കണം. കർത്താവെ, അനുഗ്രഹിക്കണം. കർത്താവെ, പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും അടുത്ത ഒരു ദൈവിക ചിന്തയുമായിട്ട് നമ്മൾ കാണുന്നവരെ നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. ദൈവനാമം മാത്രം കൊടുക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.